ഇപ്പോൾ കൊച്ചി കളമശ്ശേരിയിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു. കളമശ്ശേരിയിലെ കാർ ഷോറൂമിലാണ് തീപിടുത്തമുണ്ടായത്. സാലി മുഹമ്മദ് ചേരുകയാണ് വിവരങ്ങളുമായി. സാലി, അപകടകരമായ സാഹചര്യമാണോ? എങ്ങനെയാണ് തീപിടുത്തമുണ്ടായത്? അതായത് കൈപ്പട മുകളിലെ ഹുണ്ടായുടെ ഷോറൂമിലും ആണ് തീപിടുത്തമുണ്ടായത്. ഷോറൂമിലൂടെ ചേർന്ന് സർവീസ് സെന്റർ ഉണ്ട്. സർവീസ് സെന്ററിന്റെ തൊട്ട് പിൻഭാഗത്തായിട്ടാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ സർവീസ് കഴിഞ്ഞ വസ്തുക്കൾ, പാഴ്വസ്തുക്കളൊക്കെ ശേഖരിക്കുന്ന ഭാഗമുണ്ട്. അവിടെയാണ് തീപിടുത്തം തുടങ്ങിയത്. അവിടെ നിന്ന് സർവീസ് സെന്ററിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് കാറുകൾക്ക് അഗ്നിബാധ ഉണ്ടായിട്ടുണ്ട്. ആളപായമൊന്നുമില്ല. പക്ഷേ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞത് ഈ തൊട്ടടുത്ത് തന്നെയാണ് പുതിയ വാഹനങ്ങൾ സൂക്ഷിക്കുന്ന ഷോറൂം ഉള്ളതാണ്. അവിടേക്ക് തീ പടർന്നിട്ടില്ല എന്നുള്ള ഒരു ആശ്വാസകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ കാര്യമായ നാശനഷ്ടവും ഉണ്ടാകാൻ സാധ്യതയില്ല. പാഴ്വസ്തുക്കൾ തീപിടിച്ച് നശിച്ചിട്ടുണ്ട്. ഒപ്പം സർവീസിന് എത്തിച്ചിരുന്ന ഒന്ന് രണ്ട് വാഹനങ്ങൾക്ക് തീ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഫയർഫോഴ്സ് തീ അണയ്ക്കാൻ ശ്രമിക്കുകയാണ്. തീ ഏതാണ്ട് അണഞ്ഞ മട്ട് തന്നെയാണ്. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. തൊട്ടടുത്ത് ചില സ്ഥാപനങ്ങൾ, കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടേക്കൊന്നും തീ പടരുന്ന ഒരു സാഹചര്യവുമില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. അതുകൊണ്ട് ഒരു വലിയ അഗ്നിബാധ എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ കാറുകൾക്ക് തീ പിടിച്ചാൽ ഒരു നാശനഷ്ടത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഫയർഫോഴ്സ് തീ പൂർണ്ണമായി അണയ്ക്കാനുള്ള ശ്രമത്തിലാണ്. കളമശ്ശേരിയിൽ നിന്നും സിറ്റിയിൽ നിന്നും ഒക്കെ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയിട്ടുണ്ട്. തീ പൂർണ്ണമായി അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആളപായമോ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ആളുകൾ ഉണ്ടായിരുന്നു, പക്ഷെ അവർ ഒപ്പം തന്നെ പുറത്തേക്ക് ഇറങ്ങി. മുഴുവൻ ജീവനക്കാരും ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ നാട്ടുകാരും ജീവനക്കാരും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. പിന്നാലെ ഫയർഫോഴ്സും എത്തി. അതുകൊണ്ട് തന്നെ വ്യാപകമായി തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ കഴിഞ്ഞു. തീ പിടിച്ചിട്ടുള്ളത് ഒരു പ്രതിസന്ധി തന്നെയാണ്. ഈ പാഴ്വസ്തുക്കൾ സൂക്ഷിക്കുന്ന വർക്ക്ഷോപ്പിന്റെ പിൻഭാഗത്തുള്ള ഒരു ഭാഗമുണ്ട്. അവിടെ നിന്ന് തീ ഉണ്ടാവുകയും അവിടെ തീ പടരുകയും തുടർന്ന് സർവീസ് സെന്ററിലേക്ക് വ്യാപിക്കുകയായിരുന്നു. സർവീസ് സെന്ററിന്റെ തൊട്ടു മുന്നിലായി പുതിയ വാഹനങ്ങൾ ഉള്ള ഷോറൂമുണ്ട്. അവിടേക്ക് വ്യാപിച്ചിട്ടുമില്ല. അപ്പം ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കാനുള്ളത്. തീർച്ചയായും സാലി മുഹമ്മദ്, ഇത് എപ്പോഴാണ് ഇങ്ങനെ തീപിടുത്തം ഉണ്ടായത്? ഈ പാഴ്വസ്തുക്കൾ കൂട്ടിയിട്ടിരിക്കുന്ന ഭാഗത്തിലാണ് തീ പിടിച്ചതല്ലേ? അത് തന്നെ, തീർച്ചയായും പാഴ്വസ്തുക്കൾ ഈ വർക്ക്ഷോപ്പിലൊക്കെ വാഹനങ്ങളുടെ ഭാഗങ്ങൾ മാറ്റി പുതിയത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ പഴയ ഭാഗങ്ങൾ ഉണ്ടാവും. അത് പിൻഭാഗത്തായി കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തീ ഉണ്ടാവുകയായിരുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടായിരിക്കുന്ന തീ പിന്നീട് സർവീസ് സെന്ററിലേക്ക്, തൊട്ട് മുൻഭാഗത്തായിട്ട് അതിന്റെ സർവീസ് സെന്റർ, അതിന്റെ മുൻഭാഗത്തായി ഷോറൂം, അങ്ങനെയാണ് ഷോറൂം ക്രമീകരിച്ചിരിക്കുന്നത്. ഷോറൂമും സർവീസ് സെന്ററും. അപ്പോൾ ഈ പാഴ്വസ്തുക്കളിൽ നിന്ന് തീ ഉണ്ടായി സർവീസ് സെന്ററിലേക്ക് വന്നു. സർവീസ് സെന്ററിലെ ചില വാഹനങ്ങൾക്ക്, ഒന്ന് രണ്ട് വാഹനങ്ങൾക്ക് തീ പിടിച്ചിട്ടുണ്ട്. അത് പക്ഷെ അപ്പോൾ തന്നെ ഫയർഫോഴ്സ് എത്തി തീ അണച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ മുന്നിലേക്കാണ് ഷോറൂം. പുതിയ വാഹനങ്ങൾ സൂക്ഷിക്കുന്ന ഷോറൂമിന്റെ ഭാഗത്തേക്ക് തീ വരികയോ പടരുകയോ ചെയ്തിട്ടില്ല. തീ ഉണ്ടായ ഉടൻ തന്നെ, നമുക്കറിയാം പകൽ സമയമാണ്, അവിടുത്തെ ജീവനക്കാരുണ്ടായിരുന്നു, തൊട്ടടുത്ത മറ്റ് സ്ഥാപനങ്ങളിലെ ജീവനക്കാരുണ്ടായിരുന്നു, നാട്ടുകാരുണ്ടായിരുന്നു. അവിടെ തന്നെ ചില ഫയർ റെസ്ക്യൂ സംവിധാനങ്ങളുണ്ട്. അതെല്ലാം ഉപയോഗിച്ച് പരമാവധി തീ അവർ നിയന്ത്രണ വിധേയമാക്കി. ഇപ്പോൾ തന്നെ ഫയർ എഞ്ചിനുകൾ എത്തി കളമശ്ശേരിയിൽ നിന്നും ഒപ്പം തന്നെ സിറ്റിയിലെ ഫയർഫോഴ്സ് യൂണിറ്റുകളും ഒക്കെ എത്തി തീ പൂർണ്ണമായി ഏതാണ്ട് അണച്ച ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായും സാലി മുഹമ്മദാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.